മെട്രിക്സ് ഓപ്പറേറ്റേഴ്സിനെ പറ്റി തന്നെയാണ് നമ്മളിവിടെയും കണ്ടിന്യൂ ചെയ്യുന്നത്. ഈ സെഷനകത്ത് നമ്മൾ പഠിക്കുന്ന ആദ്യം ഷിയേഴ്സ്. അപ്പോൾ അതെന്താണ്? ഒരു മെട്രിക്സ് ഓപ്പറേറ്റർ ആണ്. എ മെട്രിക്സ് ഓപ്പറേറ്റർ T from R2 to R2 defined by T of xy equal to x plus ky comma y for some k, for some scalar k, and xy belongs to R2. ഈ ഓപ്പറേറ്ററിനെയാണ് നമ്മൾ പേര് വിളിക്കുന്നത്, ഷിയർ എന്ന് പറഞ്ഞിട്ട് നമ്മൾ പേര് വിളിക്കുന്നത്. അപ്പോൾ ഈ ഓപ്പറേറ്റർ ചെയ്യണത് എന്താണ്? പോയിന്റ് എക്സ് വൈ നമ്മൾ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ അതിനെ എക്സ് ആക്സിസിൽ പാരലായിട്ട് കെ വൈ എന്ന് പറഞ്ഞാൽ ചേഞ്ച് ചെയ്യുക. അത് പറഞ്ഞ ബുദ്ധിമുട്ടാവും, നമുക്കത് വരച്ച് കാണിക്കാം. അപ്പോൾ അതിനകത്ത് രണ്ട് ഭാഗമായിട്ട് നമുക്ക് അതിനെ സ്പ്ലിറ്റ് ചെയ്തിട്ട് പറയാം. അതിൽ ഒന്നാമത്തെ ഭാഗം എന്ന് പറഞ്ഞിട്ട് നമുക്ക് ഷിയർ ഇൻ ദി x direction by a factor k. ഓക്കെ, അതിന് വേണ്ടിയിട്ട് ഞാൻ എക്സാമ്പിൾസ് അവിടെ തന്നെ എക്സ് വൈ ഈക്വൽ ടു എക്സ് പ്ലസ് കെ വൈ വൈ എന്നാണ് നമുക്കിതിനെ ഡിഫൈൻ ചെയ്യാൻ പറ്റുക. അപ്പോൾ ടി ഓഫ് ഇ വണ്ണിന് എന്ത് സംഭവിക്കണമെന്ന് നോക്കാം. അപ്പോൾ ടി ഓഫ് ഇ വൺ എന്ന് പറയുമ്പോൾ 1 0. അപ്പോൾ ഇവിടെ സംഭവിക്കുന്നത് 1 എക്സിൻ്റെ പൊസിഷനിൽ 1 ആണ്, പ്ലസ് കെ ടൈംസ് വൈ, വൈ ഇവിടെ 0 ആണ്, പിന്നെ വൈ, അപ്പോൾ 0. അപ്പോൾ നമുക്ക് എന്ത് കിട്ടുന്നു? 1 0 തന്നെ കിട്ടുന്നു. ഇനി ടി ഓഫ് ഇ ടു എന്ന് പറയുമ്പോൾ നമുക്ക് എന്താണ്? ടി ഓഫ് 0 1 ഇസ് ഈക്വൽ ടു 0 പ്ലസ് കെ ടൈംസ് വൈ, കെ ഇൻറ്റു 1 കോമ വൈ. അപ്പോൾ നമുക്ക് എന്ത് കിട്ടി? കെ 1 എന്ന് പറഞ്ഞാണ് നമുക്ക് കിട്ടുന്നത്. അപ്പോൾ ഇതിന് കറസ്പോണ്ടിങ് ആയിട്ട് നമുക്ക് കിട്ടുന്ന മാട്രിക്സ് എന്ന് പറയുന്നത് അപ്പോൾ എന്തായിരിക്കും? ടി ഓഫ് ഇ വൺ ടി ഓഫ് ഇ ടു ഇസ് ഈക്വൽ ടു 1 0 കെ 1. അതിൻ്റെ അർത്ഥം എന്താണെന്നുള്ള കാര്യം നമുക്ക് നോക്കാം. അപ്പോൾ ആദ്യമായിട്ട് ഇത് ഞാൻ യൂണിറ്റ് സ്ക്വയർ ആണ് എടുക്കാൻ പോകുന്നത്. ഇത് 1 0, അതുപോലെ ഇത് 0 1, അപ്പോൾ ഇത് 1 1. ഇതാണ് നമ്മൾ യൂണിറ്റ് സ്ക്വയർ ആയിട്ട് ഇവിടെ എടുത്തിരിക്കുന്നത്. ഇനി ഇവിടെ എടുത്തിരിക്കുന്ന കെ എന്ന് പറയുന്ന ആള് ഗ്രേറ്റർ ദാൻ 0 ആണെന്ന് വിചാരിക്കാം. അങ്ങനെ കെ ഗ്രേറ്റർ ദാൻ 0 ആണെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഇവിടെ കെ ഗ്രേറ്റർ ദാൻ 0 ആയിട്ട് എടുക്കാം. അങ്ങനെ എടുത്തു കഴിഞ്ഞാൽ ഇതിന് വരാൻ പോകുന്ന മാറ്റങ്ങൾ എന്തൊക്കെയാണ്? അപ്പോൾ വിത്ത് റെസ്പെക്ട് ടു എക്സ് ഡയറക്ഷനാണ് നമ്മൾ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നമ്മളിവിടെ ഈ ഭാഗത്ത് എക്സിന് മുകളിലുള്ള ലൈനിന് മാറ്റങ്ങളൊന്നും വരുത്തില്ല, ബാക്കിയുള്ള പോയിന്റ്സിനാണ് നമ്മൾ മാറ്റം വരുത്തുക. അതായത് നമുക്കിവിടെ മാറ്റം വരുത്തേണ്ട പോയിന്റ് എന്ന് പറഞ്ഞാൽ ഇതൊക്കെയാണ്: 0 1 ഓപ്പറേറ്റ് ചെയ്യണം, അതുപോലെ 1 1 എന്ത് ചെയ്യണം? ഓപ്പറേറ്റ് ചെയ്യണം. അപ്പോൾ അങ്ങനെ ഓപ്പറേറ്റ് ചെയ്യുന്ന സമയത്ത് നമുക്ക് ആദ്യം നമ്മൾ ഓൾറെഡി എന്ത് കണ്ടിട്ടുണ്ട്? ടി ഓഫ് 0 1 എന്താണെന്ന് നമ്മൾ ഓൾറെഡി കണ്ടുവച്ചിട്ടുണ്ട്. ഇവിടെ നോക്കുകയാണെങ്കിൽ ടി ഓഫ് 0 1 എന്ന് പറഞ്ഞാൽ നമുക്കറിയാം കെ 1 എന്ന് പറഞ്ഞിട്ടാണ്. ടി ഓഫ് അടുത്തത് 1 1 എന്ന് പറയുമ്പോൾ നമുക്ക് എന്താ കിട്ടുക? 1 പ്ലസ് കെ, അതുപോലെ 1 പ്ലസ് കെ അല്ലേ? അതെ, 1 പ്ലസ് കെ, പിന്നെ 1 എന്നാണ് നമുക്ക് കിട്ടാൻ പോകുന്നത്. അപ്പോൾ ഇതെന്താണെന്നുള്ള കാര്യം നമുക്ക് നോക്കാം. അപ്പോൾ നേരത്തെ വെച്ച അതേ ഫിഗർ തന്നെയാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അതിനകത്ത് ഇത് 0 0, ഇത് 1 0. ഇനി ടി 0 ഓപ്പറേറ്റ് ചെയ്തപ്പോൾ നമുക്ക് എന്താണ് കിട്ടിയിരിക്കുന്നത്? കെ 1 ആണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. അപ്പോൾ നേരത്തെ വരച്ചിട്ടുള്ള ആളിനെ ജസ്റ്റ് ഡോട്ടഡ് ലൈൻ വെച്ചിട്ട് ഇവിടെ റെപ്രസെന്റ് ചെയ്യാം. ഇതാണ് നേരത്തെ ഉണ്ടായിരുന്ന ആള്.
അപ്പോൾ ഈ 1 1 എന്ന് പറഞ്ഞ പോയിന്റ് എന്ത് സംഭവിച്ചു? k ഡിസ്റ്റൻസിൽ അത് നീങ്ങിപ്പോണം. അപ്പോൾ k ഡിസ്റ്റൻസിൽ അത് നീങ്ങുക എന്ന് പറയുമ്പോൾ ഇത് 1 പ്ലസ് k എന്ന് പറയുമ്പോൾ ഞാൻ ഇത്രയാണ് എടുക്കുന്നത്. ഈ ഡിസ്റ്റൻസ് എത്രയാണ്? k ആയിട്ട് എടുത്തിരിക്കുന്നു. അപ്പോൾ ഇതാണ് പോയിന്റ്. അപ്പോൾ 1 പ്ലസ് k, 1. ഇനി ഇവിടെ ഉണ്ടായിരുന്ന പോയിന്റ് ഏതായിരുന്നു? 0 1 എന്ന് പറഞ്ഞ പോയിന്റ്. എക്സിന് 0, വൈക്ക് 1. 0 1 എന്ന് പറഞ്ഞ പോയിന്റ് എന്ത് മാറ്റം വന്നിരിക്കുന്നത്? k 1 ആയിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ 0 നിന്ന് k ഡിസ്റ്റൻസ് ആയിരുന്നു. അപ്പോൾ ഇത്രയും ഡിസ്റ്റൻസ് ഇവിടെ കൂട്ടി കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ എന്ത് കിട്ടും? ഇതാണ് k എന്ന് പറഞ്ഞ പോയിന്റ്. അപ്പോൾ ഇതെന്താണ്? k 1 എന്ന് പറഞ്ഞ പോയിന്റ് നമുക്ക് കിട്ടിയിരിക്കുന്നു. അപ്പോൾ നമ്മുടെ പുതിയ ഫിഗർ ഏകദേശം എങ്ങനെയായിരിക്കും? അപ്പോൾ നമ്മുടെ യൂണിറ്റ് സ്ക്വയറിന് വന്ന മാറ്റം എന്താണ്? ഇത് കുറച്ചും ഇങ്ങോട്ട് നീങ്ങി. അപ്പോൾ അതായത് ഇതിനിപ്പോൾ എന്താ നമുക്ക് പറയാൻ പറ്റുക? ഈ എക്സ് ആക്സിന് പാരലായിട്ട് കുറച്ച് എന്ത് ചെയ്തു? എമൗണ്ട് കെ വൈ ഡിസ്റ്റൻസിലേക്ക് ഈ സാധനം നീങ്ങി. ഇതാണ് ഇവിടെ എന്ത് ചെയ്തിരിക്കുന്നത്? സംഭവിച്ചിരിക്കുന്നത്. ഇനി ഇതേ കേസിൽ തന്നെ ഇപ്പോൾ സപ്പോസ് കെ എന്ന് പറയുന്നത് ഇവിടെ പോസിറ്റീവായിട്ട് എടുത്തപ്പോഴാണ് ഈ സിറ്റുവേഷൻ പറഞ്ഞത്. അപ്പോൾ അത് വേണമെങ്കിൽ നമുക്ക് അത് മെൻഷൻ ചെയ്യാൻ വേണ്ടിയിട്ട് കെ എന്ന് പറയുന്നതാണ് ഇവിടെ പോസിറ്റീവായിട്ട് എഴുതാം. ഇനി അടുത്ത കേസ് എന്ന് പറയുമ്പോൾ കെ എന്ന് പറയുന്ന ആള് നെഗറ്റീവ് ആവുന്ന സമയത്ത് എന്ത് സംഭവിക്കും? അതാണ് നമ്മൾ ഇനി അടുത്ത് നോക്കുന്നത്. ഇതേ ഫിഗർ തന്നെ വരയ്ക്കാം, എന്നാലാണ് കുറച്ചും കൂടി ഒരു ഐഡിയ കിട്ടുക. ഇവിടെ കെ എന്ന് പറയുന്ന ആള് പോസിറ്റീവ് ആയതുകൊണ്ട് നമുക്ക് എന്ത് സംഭവിച്ചു? ഇത് ഇങ്ങോട്ട് നീങ്ങി. കെ എന്ന് പറയുന്ന ആള് നെഗറ്റീവ് ആയിരുന്നെങ്കിൽ എന്ത് സംഭവിക്കും? അത് സ്വാഭാവികമായിട്ട് അവിടെ നിന്ന് ഇങ്ങോട്ട് നീങ്ങും. അപ്പോൾ കെ എന്ന് പറയുന്ന ആളിനെ ഇവിടെ ഇതാണ് നമ്മുടെ ആക്ച്വലി ഉണ്ടായിരുന്നത്. ഇത്രയും ഭാഗമാണ് നമ്മൾ കുറവായിട്ട് വിചാരിക്കുന്നത്. ഈ ഡിസ്റ്റൻസ് കെ ഇത്ര ഞാൻ എടുക്കുന്നു, ഷോർട്ടാക്കി എടുക്കുന്നു. ഇതാണ് എൻ്റെ കെ എന്ന് പറയുന്ന ആള്. ഇതാണ് എൻ്റെ കെ 1 എന്ന് പറയുന്ന പോയിന്റ്. വിസിബിൾ ആവുന്നില്ലേ? ഗ്രീൻ യൂസ് കെ 1 എന്ന് പറയുന്നത് ഞാനത് കെ <0 എന്ന് എടുക്കുന്നു. അപ്പോൾ എൻ്റെ കെ 1 എന്ന് പറയുന്ന പോയിന്റ് ഇപ്പോൾ ഏതാണ്? ഇതാണ്. അതുപോലെ ഇതാണ് ഓൾറെഡി ഉണ്ടായിരുന്ന 1 1 എന്ന് പറഞ്ഞ പോയിന്റ്. അപ്പോൾ 1 പ്ലസ് കെ നെഗറ്റീവ് ആകുമ്പോൾ അത് കുറച്ച് ഇങ്ങോട്ട് മാറും. അപ്പോൾ ആ പോയിന്റിനെ ഞാനിവിടെ 1 പ്ലസ് കെ 1 എന്ന് പറഞ്ഞിട്ട് എടുക്കുന്നു. അപ്പോൾ ഈ വന്ന ആൾക്ക് വന്ന മാറ്റങ്ങൾ ഇനി നോക്കി നോക്കാം. അപ്പോൾ അയാൾക്ക് വന്ന മാറ്റം ഇങ്ങനെയാണ്. അപ്പോൾ യൂണിറ്റ് സ്ക്വയറിനെ കെ പോസിറ്റീവായിട്ടോ അങ്ങോട്ട് ചെരിഞ്ഞു, കെ നെഗറ്റീവ് ആയപ്പോൾ ഈ സൈഡിലേക്ക് ചെരിഞ്ഞു. ഇതാണ് ഇവിടെ വന്നിരിക്കുന്ന മാറ്റം. അപ്പോൾ ഇതെല്ലാം കൂടി ഒരുമിച്ചായപ്പോൾ കൺഫ്യൂഷൻ ആയെന്നുണ്ടെങ്കിൽ വീണ്ടും 3 ഫിഗർ ആയിട്ട് തന്നെ വരയ്ക്കാം. ഇതെന്തൊക്കെയാണ് നമുക്ക് 3 ഫിഗർ ആയിട്ട് ഞാനിത് തന്നെ എക്സ്പ്ലെയിൻ ചെയ്ത് വരയ്ക്കാം. 1 1 0 1 1 0. എന്താണ്? കെ ഈക്വൽ ടു 1 ആകുമ്പോൾ ഒരു മാറ്റവും വരില്ല. 1 0 0 1 ഇതെന്താ വരുന്നത്? കെ 1, ഇത് 1 പ്ലസ് കെ 1, കെ ഗ്രേറ്റർ ദാൻ 0 ആകുമ്പോൾ. ഇനിയിപ്പോൾ കെ ലെസ് ദാൻ 0 ആകുമ്പോൾ എന്ത് സംഭവിക്കും? One 0 1 plus k 1 k 1 as usual 0 0 when k less than 0. ഇതൊക്കെയാണ് നമുക്ക് മെയിൻ ആയിട്ട് ഇവിടെ പറയാനുള്ളത്. അപ്പോൾ ഇത് എന്ത് കേസ് നമ്മൾ പറഞ്ഞത്? എക്സിന്റെ ഡയറക്ഷന്റെ കേസാണ് നമ്മൾ പറഞ്ഞത്. ഇനി ഇതേപോലെ വൈയുടെ കേസ് വന്നു കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? ഇതാണ് നമ്മൾ ഇതിനടുത്ത് പറയുന്നത്.
അതിൻ്റെ സെക്കൻഡ് പാർട്ട് അല്ലെങ്കിൽ ഷിയർ in the y direction by a factor k. അപ്പോൾ അതിനെ നമുക്ക് ഡിഫൈൻ ചെയ്യേണ്ടത് ടി ഓഫ് എക്സ് വൈ ഈക്വൽ ടു നേരത്തെ വിത്ത് ബൈ ഡയറക്ഷൻ എക്സ് ഡയറക്ഷൻ ബൈ ഫാക്ടർ കെ ആകുമ്പോൾ എക്സ് പ്ലസ് കെ വൈ ആ കൊടുത്തത്. അപ്പോൾ ഇവിടെ വരുമ്പോൾ എന്ത് പിന്നെ വൈയും കൊടുത്തു. അപ്പോൾ ഇവിടെ അതിന് കറസ്പോണ്ടിങ് ആയിട്ട് നോക്കുകയാണെങ്കിൽ എക്സ് വൈ എന്ന് പറയുമ്പോൾ എക്സ് കോമ വൈക്കാണ് ചേഞ്ച് വരുത്തുക. വൈയോട് കൂടെ ആഡ് ചെയ്യേണ്ടി വരും വൈ പ്ലസ് കെ ടൈംസ് എക്സ് ആണ് നമുക്ക് ഇവിടെ കൊടുക്കേണ്ടി വരിക. ഇതാണ് ഇവിടുത്തെ ഓപ്പറേറ്റർ. അപ്പോൾ അതിന് കറസ്പോണ്ടിങ് ആയിട്ട് നമ്മുടെ ടി ഓഫ് ഇ വൺ എന്ന് പറയുന്ന ആളിപ്പോൾ എന്താ കിട്ടാൻ പോകുന്നത്? ടി ഓഫ് 1 0 വിച്ച് ഇസ് ഈക്വൽ ടു 1k. അപ്പോൾ നമുക്ക് ഇങ്ങനെ നോക്കാം, ഒന്ന് ഒരു സ്റ്റെപ്പ് കൊണ്ട് ചെയ്ത് നോക്കാം. എന്താണ് എക്സിന് മാറ്റമൊന്നുമില്ല, അപ്പോൾ 1. വൈ എന്താണ് ഓൾറെഡി ഉള്ളത്? 0 പ്ലസ് കെ ഇൻറ്റു 1 ദാറ്റ് ഈസ് ഈക്വൽ ടു 1k. ടി ഓഫ് ഇ ടു അപ്പോൾ നമുക്ക് എന്താ കിട്ടുക? ടി ഓഫ് 0 1 ആണ് വിച്ച് ഇസ് ഈക്വൽ ടു 0 1 പ്ലസ് 0 ടൈംസ് കെ വിച്ച് ഇസ് ഈക്വൽ ടു 0 1. അപ്പോൾ കറസ്പോണ്ടിങ് ആയിട്ട് മെട്രിക്സ് നമുക്ക് എന്താ കിട്ടാൻ പോകുന്നത്? അപ്പോൾ മെട്രിക്സ് എന്ന് പറയുന്നത് ടി ഓഫ് ഇ വൺ ടി ഓഫ് ഇ ടു ഇതെന്ന് പറഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? 1k 0 1 എന്ന് പറഞ്ഞാൽ നമുക്ക് മെട്രിക്സ് കിട്ടും. അപ്പോൾ ഇതേപോലെ തന്നെ ഷേപ്പിൻ്റെ കേസിൽ നോക്കുകയാണെങ്കിൽ നേരത്തെ വരച്ച പോലെ പോയിന്റ് വരയ്ക്കുന്നതിന് ജസ്റ്റ് ഷേപ്പുകൾ മാത്രം വരയ്ക്കാം. അപ്പോൾ നമുക്ക് എല്ലായിടത്തും ആവശ്യം എന്താണ്? യൂണിറ്റ് സ്ക്വയർ ആണ് നമുക്ക് ആവശ്യമുള്ളത്. സോ ഇതാണ് എൻ്റെ യൂണിറ്റ് സ്ക്വയർ 1 0 1 1 0 1 അത് 0 0. ഇത് k ഈക്വൽ ടു 1 ഉള്ളപ്പോൾ ഇനി k ഈക്വൽ ടു k ഗ്രേറ്റർ ദാൻ 0 ആകുമ്പോൾ എന്ത് സംഭവിക്കും നോക്കാം. അപ്പോൾ നമ്മൾ എക്സിൻ്റെ കേസ് പറഞ്ഞു, എക്സിന് മുകളിലെ ഭാഗത്തിന് ഒരു മാറ്റവും നമ്മൾ വരുന്നുണ്ടായിരുന്നില്ല. അപ്പോൾ ഇവിടെ വിത്ത് റെസ്പെക്ട് ടു വൈ പറയുന്ന സമയത്ത് വൈ എക്സിൻ്റെ മുകളിലെ ഒരു ഭാഗത്തും വ്യത്യാസം വരാൻ പാടില്ല. അപ്പോൾ അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള മാറ്റങ്ങൾ എങ്ങനെയൊക്കെ സംഭവിക്കുക? ഇതായിരിക്കും നമുക്ക് എന്ത് ചെയ്യാൻ പോകുന്നത്? കറസ്പോണ്ടിങ് ആയിട്ടുണ്ടാകുന്ന ഷേപ്പിലെ വ്യത്യാസം. അപ്പോൾ അതിൻ്റെ വാല്യൂസ് ഞാൻ എഴുതുന്നില്ല, അത് നിങ്ങൾ കമ്പ്യൂട്ട് ചെയ്യാം. അപ്പോൾ ഇത് ഇങ്ങോട്ട് വരുമ്പോൾ എന്ത് ചെയ്യും? കെ ലെസ് ദാൻ 0 ആകുമ്പോൾ എന്ത് സംഭവിക്കും? ഇങ്ങനെയായിരിക്കും അതിൻ്റെ ഷേപ്പ്. ഇപ്പോൾ മാറ്റം വരുന്നത് ആർക്ക് മാത്രമാണ്? ഇപ്പോൾ ഇവിടെ വിത്ത് റെസ്പെക്ട് ടു അല്ലെങ്കിൽ വൈ ഡയറക്ഷൻ ഷെയർ ഇൻ വൈ ഡയറക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വൈക്ക് ചേഞ്ച് വരുത്തില്ല, നമ്മൾ എക്സിൻ്റെ ഭാഗത്തുള്ള ആൾക്കാർക്ക് മാത്രമാണ് ചേഞ്ച് വരുത്തുക. അപ്പോൾ ഈ രീതിയിലാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്? ഷെയറിനെ ട്രീറ്റ് ചെയ്യേണ്ടത്. ഇനി ഇത് കഴിഞ്ഞ് നമുക്ക് അടുത്ത ഓപ്പറേറ്ററിലേക്ക് പോകാനായിട്ടുള്ളത് ഓർത്തോഗണൽ പ്രൊജക്ഷൻസ് onto lines through the origin. എന്താണെന്ന് പറയുന്നതിനേക്കാൾ ബെറ്റർ ആയിട്ട് നമുക്ക് വരച്ചുകൊണ്ട് എക്സ്പ്ലെയിൻ ചെയ്യായിരിക്കും കുറച്ച് ബെറ്റർ. അപ്പോൾ ഞാൻ തൽക്കാലം ടി എ എന്ന് പറഞ്ഞ ഓപ്പറേറ്റർ ഡിഫൈൻ ചെയ്യുന്നു R2-വിൽ നിന്ന് R2-വിലേക്കുള്ളത്. ഇതാണ് എൻ്റെ ഇവിടുത്തെ ഓർത്തോഗണൽ പ്രൊജക്ഷൻ ഓപ്പറേഷൻ ടു ലൈൻസ് ത്രൂ ദി ഒറിജിനലായിട്ട് എടുക്കുന്നത്. അപ്പോൾ അതിനിടെ ഞാനൊരു ഫിഗർ വരയ്ക്കാം, എന്നിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാം. അപ്പോൾ ലൈൻസ് ത്രൂ ഒറിജിൻ, അപ്പോൾ ഞാൻ ഒറിജിനൂടെ പാസ് ചെയ്യുന്ന ഒരു ലൈനെ വരയ്ക്കുന്നു. ഇതിനകത്തേക്ക് നമുക്ക് എന്ത് ചെയ്യണം? ഓർത്തോഗണൽ പ്രൊജക്ഷനാണ് കൊടുക്കേണ്ടത്. അപ്പോൾ കൊടുക്കാനായിട്ട് എളുപ്പത്തിന് നമ്മൾ സാധാരണ ചെയ്യുന്ന പോലെ നമ്മൾ E1 എടുക്കുന്നു, E2 E1 എന്ത് ചെയ്യുന്നു? എടുക്കുന്നു. അപ്പോൾ ഈ ലൈന് ഞാൻ L എന്ന് പറഞ്ഞിട്ട് പേര് വിളിച്ചിരിക്കുകയാണ്. ഇനി ഇതിൻ്റെ പ്രൊജക്ഷൻസ് ആണ് E1 E2 എന്ന് പറയുന്ന ആൾക്കാരുടെ പ്രൊജക്ഷൻസ് ആണ് നമ്മളിനി ഇവിടെ പറയാൻ പോകുന്നത്. അപ്പോൾ ഇത് പറയാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ E1 എന്ന് പറയുന്ന ആൾ അല്ലെങ്കിൽ E2 എന്ന് പറയുന്ന ആളുടെ പ്രൊജക്ഷൻ ഈ ലൈനിലേക്ക് എവിടെ വരും എന്നുള്ളതാണ് നമ്മളിവിടെ നോക്കാൻ പോകുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഈ L എന്ന് പറഞ്ഞ ലൈൻ നമ്മുടെ ഉണ്ട്. ഈ L എന്ന് പറയുന്ന ആളുടെ യൂണിറ്റ് വെക്ടറായിട്ട് നമ്മൾ A എന്ന് പറഞ്ഞെടുക്കുന്നു. ലെറ്റ് A be the unit vector along the line L. L എന്ന് പറഞ്ഞ ലൈനിന്റെ യൂണിറ്റ് വെക്ടറാണ് ആര്? A എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് എന്ത് സംഭവിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ അങ്ങനെ ലൈൻ പോകുന്നുണ്ടെങ്കിൽ ഈ ലൈനും എക്സ് ആക്സിസും തമ്മിൽ ഒരു ആംഗിൾ ഉണ്ട്. ആ ആംഗിളിനെ ഇവിടെ എന്ത് പേര് വിളിക്കുന്നു? തീറ്റ എന്ന് പറഞ്ഞിട്ട് പേര് വിളിക്കുന്നു.
അങ്ങനെയാണെന്നുണ്ടെങ്കിൽ എയുടെ വാല്യൂ എന്തായിട്ട് മാറും? എ എന്ന് പറയുന്ന ആള് കോസ് തീറ്റ സൈൻ തീറ്റ ആയിട്ട് മാറിക്കോളും. യൂണിറ്റ് ഡിസ്റ്റൻസ് ആയതുകൊണ്ടാണ് അങ്ങനെ സംഭവിക്കുന്നത്. ആർ കോസ് തീറ്റ ആർ സൈൻ തീറ്റ എന്ന് പറയുന്ന ആൾക്കാർ, ആർ എന്ന് പറഞ്ഞാൽ ഇവിടെ യൂണിറ്റ് ആയതുകൊണ്ട് 1 ആണ്. അപ്പോൾ എന്തായിക്കോളും? അതിന്റെ വാല്യൂ ആർ എന്ന് പറയുന്ന ആൾ 1 ആവും. അപ്പോൾ ആർ കോസ് തീറ്റ എന്ന് പറയുന്നത് കോസ് തീറ്റയും ആർ സൈൻ തീറ്റ എന്ന് പറയുന്നത് സൈൻ തീറ്റ ആയിട്ട് മാറും. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഈ എയുടെ മാഗ്നിറ്റ്യൂഡ് നോം എ എന്ന് പറയുന്നത് എന്തായിരിക്കും? നോം എ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കോസ് സ്ക്വയർ തീറ്റ പ്ലസ് സൈൻ സ്ക്വയർ തീറ്റ, അതിന്റെ റൂട്ട് എടുക്കണം. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും? റൂട്ട് ഓഫ് 1 വിച്ച് ഇസ് ഈക്വൽ ടു 1 എന്ന് പറഞ്ഞ് കിട്ടും. ഇനി നമുക്ക് ഇതിന്റെ പ്രൊജക്ഷൻ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ, അല്ലെങ്കിൽ ഓർത്തോഗണൽ പ്രൊജക്ഷൻ കാൽക്കുലേറ്റ് ചെയ്യുന്ന സമയത്ത് E1 എന്ന് പറഞ്ഞ പോയിന്റിന്റെ പ്രൊജക്ഷൻ ആണ് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. അപ്പോൾ പ്രൊജക്ഷൻ E1നെ കാൽക്കുലേറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഉപയോഗിക്കാൻ പറ്റാവുന്ന ഈ ഫോർമുല എന്ന് പറയുന്നത് E1 ഡോട്ട് എ ഡിവൈഡഡ് ബൈ നോം എ സ്ക്വയർ. ഓക്കെ, ഫോർമുല ഉപയോഗിക്കാനേക്കാൾ നമുക്ക് കുറച്ച് ആവശ്യമുള്ള കുറച്ച് റിസൾട്ടുകൾ എഴുതാം. അപ്പോൾ ആദ്യം E1 ഡോട്ട് എ നമുക്കൊന്ന് കണ്ടുനോക്കാം. P1 എന്ന് പറയുന്ന ആളാണ് 1 0 ആണ്. ഡോട്ട് എ എന്ന് പറയുന്ന ആൾ ഇപ്പോൾ നമുക്ക് എന്താ കിട്ടിയിരിക്കുന്നത്? കോസ് തീറ്റ സൈൻ തീറ്റ ആണ് കിട്ടിയിരിക്കുന്നത്. അപ്പോൾ അത് രണ്ടും കൂടി ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? കോസ് തീറ്റ എന്ന് പറഞ്ഞിട്ട് കിട്ടും. അതുപോലെ E2 ഇൻറ്റു എ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 0 1 ഡോട്ട് കോസ് തീറ്റ സൈൻ തീറ്റ ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? ഇവിടെ സൈൻ തീറ്റയും കിട്ടും. Therefore TA of E1, അതായത് TA of E1 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രൊജക്ഷൻ ഓഫ് E1 along L. അതിനെ ഡിഫൈൻ ചെയ്തിരിക്കുന്നത് ഈ ഒരു ഇക്വേഷൻ ഉപയോഗിച്ചിട്ടാണ്. E1 ഡോട്ട് എ ഡിവൈഡഡ് ബൈ നോം എ സ്ക്വയർ ഇൻറ്റു എ എന്നുള്ളതാണ് അതിൻ്റെ ഇക്വേഷൻ. അപ്പോൾ നമുക്ക് അറിയാവുന്ന ഇക്വേഷനൊക്കെ ഈ വാല്യൂസ് നമ്മൾ ഇതിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? ഇ ഡോട്ട് എ എന്ന് പറഞ്ഞാൽ നമുക്ക് എന്താ കിട്ടിയിരിക്കുന്നത്? കോസ് തീറ്റയാണ്. ഡിവൈഡഡ് ബൈ നോം എം സ്ക്വയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1 ആണ്. ഈ നോം എ സ്ക്വയർ എന്ന് പറഞ്ഞത്, സോറി ഞാനിവിടെ എഴുതിയത് നോം എ സ്ക്വയർ ഇവിടെ അപ്പുറത്താണ് ഇടേണ്ടത്. ഇൻറ്റു എ ആണ് പറഞ്ഞിരിക്കുന്നത്. എയുടെ വാല്യൂ നമ്മൾ എടുത്തിരിക്കുന്നത് കോസ് തീറ്റ സൈൻ തീറ്റ എന്നുള്ളതാണ്, വിച്ച് ഇസ് ഈക്വൽ ടു കോസ് സ്ക്വയർ തീറ്റ സൈൻ തീറ്റ കോസ് തീറ്റ. ഇതേപോലെ ടി എ ഓഫ് E2 നമ്മൾ കണ്ടുപിടിക്കുകയാണെങ്കിൽ അതെന്താണ്? പ്രൊജക്ഷൻ ഓഫ് E2 along L which is equal to E2 dot A divided by norm A square into A which is equal to sin theta divided by 1 into cos theta sin theta which is equal to sin theta cos theta then sin square theta. ഇതാണ് നമുക്ക് കിട്ടുന്നത്. അപ്പോൾ ഇതിന് കറസ്പോണ്ടിങ് ആയിട്ട് നമുക്ക് അതിന്റെ മെട്രിക്സ് എഴുതുകയാണെന്നുണ്ടെങ്കിൽ എന്താണ് കിട്ടാൻ പോകുന്നത്? മെട്രിക്സ് എഴുതി നോക്കാം. മെട്രിക്സ് A is equal to TA of E1 TA of E2 which is equal to cos square theta sin theta cos theta sin theta cos theta sin square theta. ഇപ്പം നമുക്കിവിടെ ഉപയോഗിക്കും മറ്റൊരു റിസൾട്ട് നമുക്ക് ഓർമ്മയുള്ളത് 2 sin theta cos theta equal to sin 2 theta. അത് ഇംപ്ലൈ ചെയ്യുവാണെങ്കിൽ sin theta cos theta equal to 1/2 sin 2 theta. ആ റിസൾട്ട് ഇവിടേക്ക് അപ്ലൈ ചെയ്യുവാണെങ്കിൽ cos square theta അടുത്തത് 1/2 sin 2 theta 1/2 sin 2 theta sin square theta. ഇങ്ങനെയാണ് നമുക്ക് എന്ത് ചെയ്യുക? ആ മെട്രിക്സ് കിട്ടുക. അപ്പോൾ
അപ്പോൾ ഈ മെട്രിക്സിൽ നമ്മളിവിടെ എ എന്നാണ് എഴുതിയിരിക്കുന്നത്. പക്ഷെ നമ്മൾ ഇതിനെ റൊട്ടേഷൻ ആയതുകൊണ്ട് അതുപോലെ ഈ റൊട്ടേഷനെ നമ്മൾ അല്ലെങ്കിൽ ഈ പ്രൊജക്ഷനെ നമ്മൾ പേര് വിളിക്കുന്നത് പി എന്ന് പറഞ്ഞ റൊട്ടേഷനാണ് കൊടുക്കുക. ഇവിടെയുള്ള ആംഗിൾ തീറ്റ ആയതുകൊണ്ട് പി തീറ്റ ഈക്വൽ ടു നമ്മളതിനെ ഷോർട്ടായിട്ട് എങ്ങനെ എഴുതും? കോസ് സ്ക്വയർ തീറ്റ 1/2 സൈൻ 2 തീറ്റ 1/2 സൈൻ 2 തീറ്റ സൈൻ സ്ക്വയർ തീറ്റ. പ്രോബ്ലം ചെയ്യാനൊക്കെ നമ്മൾ ഇതാണ് ഉപയോഗിക്കുക. ഇതേപോലെ തന്നെ നമുക്ക് കറസ്പോണ്ടിങ് ആയിട്ട് നമ്മൾ ഓർത്തോഗണൽ പ്രൊജക്ഷൻ കഴിഞ്ഞപ്പോൾ പിന്നെ നമ്മൾ അതിന് മുമ്പ് പഠിച്ചിട്ടുണ്ടായിരുന്ന റിഫ്ലക്ഷൻ ആയിരുന്നു. അപ്പോൾ അതിന് ഒരു പ്രോബ്ലം ചെയ്യാൻ വേണ്ടി നമുക്കൊരു മെട്രിക്സ് ഓർത്ത് വയ്ക്കാനായിട്ടുണ്ട്. റിഫ്ലക്ഷൻ about a line through the origin. അതിന് നമുക്ക് കറസ്പോണ്ടിങ് ആയിട്ട് റിഫ്ലക്ഷൻ്റെ ഈ മെട്രിക്സ് നമ്മൾ ഓർത്ത് വയ്ക്കേണ്ടത് ഇങ്ങനെയാണ്. എച്ച് തീറ്റ ഇസ് ഈക്വൽ ടു കോസ് 2 തീറ്റ സൈൻ 2 തീറ്റ സൈൻ 2 തീറ്റ മൈനസ് കോസ് 2 തീറ്റ. ഇതാണ് നമുക്ക് റിഫ്ലക്ഷൻ അബൌട്ട് എ ലൈൻ ത്രൂ ദി ഒറിജിൻ എന്ന് പറഞ്ഞിട്ട് ചെയ്യാനായിട്ടുള്ളത്. അപ്പോൾ നമ്മളിപ്പോൾ പല മെട്രിക്സ് ഓപ്പറേറ്റേഴ്സ് നമ്മൾ പഠിച്ചു. അതിൽ ഓരോരോ ഓപ്പറേറ്റേഴ്സിനെ വെച്ച് നമുക്ക് ഓരോ പ്രോബ്ലം ചെയ്യാം. ഒന്നാമത്തെ, യൂസ് മെട്രിക്സ് മൾട്ടിപ്ലിക്കേഷൻ ടു ഫൈൻഡ് the reflection of 2 minus 5 3 about xy plane. അപ്പോൾ അതിൻ്റെ സൊല്യൂഷൻ നമുക്ക് നോക്കാം. അപ്പോൾ നമുക്ക് തന്നിരിക്കുന്നത് xy പ്ലെയിൻ ഉപയോഗിച്ച് ചെയ്യാനാണ്. xy പ്ലെയിനകത്ത് ഇതിൻ്റെ റിഫ്ലക്ഷൻ എന്ത് വരുന്നു എന്നതാണ് നമുക്ക് നോക്കേണ്ടത്. 2 minus 5 3 എന്ന് പറയുന്നത്. അപ്പോൾ അത് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് അറിയേണ്ടത് എന്താണ്? അതിൻ്റെ സ്റ്റാൻഡേർഡ് മെട്രിക്സ് വേണം. നമ്മൾ ഓൾറെഡി മുമ്പ് ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ദ സ്റ്റാൻഡേർഡ് മെട്രിക്സ് ഫോർ ദി ട്രാൻസ്ഫോർമേഷൻ അബൌട്ട് xy plane ഈസ്, ഇവിടെ നമുക്ക് ആവശ്യമുള്ളത് 1 0 0 0 1 0 0 0 -1. ട്രാൻസ്ഫോർമേഷൻ ഓർമ്മ ഉണ്ടാകുന്ന വിചാരിക്കുന്നു. ടി ഓഫ് എക്സ് വൈ ഇസഡ് ഈക്വൽ ടു ഇതാണ് കിട്ടുക. എക്സ് വൈ പ്ലെയിൻ ആകുമ്പോൾ എക്സിനും വൈക്കും മാറ്റമില്ല. മുകളിലേക്ക് പോകുമ്പോൾ ഇസഡ് പോസിറ്റീവ്, താഴേക്ക് വരുമ്പോൾ മൈനസ് ഇസഡ് ആവും. അപ്പോൾ ഇവിടെ ഇസഡ് പോസിറ്റീവാണ്, അപ്പോൾ ഇവിടെ വരുമ്പോൾ എന്ത് ചെയ്യണം? ഇസഡ് മൈനസ് വേണം. ഇത് ഉപയോഗിച്ച് നമ്മൾ ടി ഓഫ് E1 ടി ഓഫ് E2 ടി ഓഫ് E3 ഇവരെ കണ്ടിട്ടാണ് നമ്മൾ ഈ മെട്രിക്സ് എഴുതുന്നത്. അതൊക്കെ നമ്മൾ ഓപ്പറേറ്ററിൻ്റെ ഡിസ്കസ് ചെയ്യുന്ന സമയത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇനി നമ്മുടെ അടുത്ത വിഷയം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് കണ്ടുപിടിക്കേണ്ടത് റിഫ്ലക്ഷൻ ഓഫ് പോയിന്റ് 2 minus 5 3 ആണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് therefore the required reflection is കാണാൻ വേണ്ടി നമ്മൾ ആദ്യം സ്റ്റാൻഡേർഡ് മെട്രിക്സ് ആയിരുന്നു 1 0 0 1 0 0 0 1 0 0 0 -1 ഇൻറ്റു നമുക്ക് തന്നിട്ടുള്ള പോയിന്റ് 2 minus 5 3. മെട്രിക്സ് മൾട്ടിപ്ലിക്കേഷൻ ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും? 2 ഇൻറ്റു 1 ഇൻറ്റു 2 പ്ലസ് 0 ഇൻറ്റു -5 പ്ലസ് 0 ഇൻറ്റു 3. അടുത്ത് വരുമ്പോൾ 0 ഇൻറ്റു മൈനസ് 0 ഇൻറ്റു 2 പ്ലസ് 1 ഇൻറ്റു -5 പ്ലസ് 0 ഇൻറ്റു 3. ലാസ്റ്റ് വൺ 0 ഇൻറ്റു 2 പ്ലസ് 0 ഇൻറ്റു 0 പ്ലസ് -1 ഇൻറ്റു 3 which is equal to 2 minus 5 minus 3. ഇതാണ് നമുക്ക് കിട്ടിയിട്ടുള്ള നമ്മുടെ സൊല്യൂഷൻ. ഇതേപോലെ നമ്മളടുത്ത് ഇപ്പോൾ എക്സ് വൈ പ്ലെയിൻ തന്നു, ഇനി അടുത്ത് എക്സ് സെഡ് പ്ലെയിൻ അല്ലെങ്കിൽ വൈ സെഡ് പ്ലെയിൻ ഒക്കെ തരുവാണെങ്കിൽ അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള മെട്രിക്സ് സ്റ്റാൻഡേർഡ് മെട്രിക്സ് നമുക്ക് ഓർമ്മയുണ്ടാവണം.
അല്ലെങ്കിൽ നമുക്ക് എന്ത് ചെയ്യണം, ഈ ട്രാൻസ്ഫോർമേഷൻ ഉപയോഗിച്ച് നമ്മളെ മെട്രിക്സ് കണ്ടുപിടിച്ചതിന് ശേഷം അതിനായിട്ട് എന്ത് ചെയ്താൽ മതി, ഈ തന്നിട്ടുള്ള പോയിന്റ് കോളം വെക്ടർ ആയിട്ട് മൾട്ടിപ്പിൾ ചെയ്ത് കിട്ടുന്ന സൊല്യൂഷൻ ആയിരിക്കും അതിൻ്റെ ഉത്തരം. അപ്പോൾ അത്തരത്തിലെല്ലാം ആ റിഫ്ലക്ഷൻ റിലേറ്റഡ് ആയിട്ടുള്ള പ്രോബ്ലംസ് ഒക്കെ ചെയ്യാവുന്നതാണ്. ഇനി അടുത്തത് നമ്മൾ പ്രോബ്ലത്തിലേക്ക് പോകുന്നത് പറഞ്ഞാൽ റിഫ്ലക്ഷൻ കഴിഞ്ഞ ശേഷം നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്ന മറ്റൊരു ഓപ്പറേറ്ററാണ് റൊട്ടേഷൻ ഓപ്പറേറ്റർ. അപ്പോൾ അത് ഉപയോഗിച്ചുള്ള പ്രോബ്ലം ചെയ്യാം. യൂസ് മാട്രിക്സ് മൾട്ടിപ്ലിക്കേഷൻ to find the image of the vector 2, -1, 2 if it is rotated (30° clockwise about the positive x-axis. അപ്പോൾ ഇതാണ് നമ്മുടെ ചോദ്യം. അപ്പോൾ നമുക്കിവിടെ വന്നിരിക്കുന്നത് എന്താണ്, റൊട്ടേഷൻ്റെ പ്രോബ്ലമാണ് വന്നിരിക്കുന്നത്. പറഞ്ഞിരിക്കുന്നത് എബൌട്ട് എക്സ് ആക്സിസുമായിട്ടാണ് നമുക്ക് വന്നിരിക്കുന്നത്. എബൌട്ട് എക്സ് ആക്സിസ് വരുന്ന സമയത്ത് നമുക്കിവിടെ ഓർത്ത് വെക്കേണ്ട മെട്രിക്സ് ഏതായിരുന്നു ഇവിടെ നമുക്ക് പഠിച്ചിട്ടുള്ളത്, റൊട്ടേഷൻ ആകുമ്പോൾ ആർ തീറ്റ ഈക്വൽ ടു കോസ് തീറ്റ മൈനസ് സൈൻ തീറ്റ സൈൻ തീറ്റ കോസ് തീറ്റ. ഇതായിരുന്നു നമ്മൾ ഓർത്ത് വെച്ചിട്ടുണ്ടായിരുന്ന നമ്മുടെ മെട്രിക്സ് ആയിട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നത്. പക്ഷെ ഇത് R2-ലാണ് നമ്മൾ ഉണ്ടായിരുന്നത്. പക്ഷെ ഇവിടെ നമുക്കുള്ളത് ഏതല്ല, R2 അല്ല, നമുക്ക് ഇവിടെ തന്നിട്ടുള്ള ഏതാണ്, R3 ആണ്. അപ്പം നമുക്ക് ഈ റിസൾട്ട് യൂസ് ചെയ്യാനായിട്ട് പറ്റില്ല. അപ്പോൾ അതുകൊണ്ട് നമ്മൾ R3-യിൽ പോയിട്ട് എബൌട്ട് എക്സ് ആക്സിസ് നോക്കണം. അപ്പോൾ R3-യിലേക്ക് പോയി കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന മെട്രിക്സ് ഏതൊക്കെയാണ്, മെട്രിക്സ് 1 0 0 0 കോസ് തീറ്റ മൈനസ് സൈൻ തീറ്റ 0 സൈൻ തീറ്റ കോസ് തീറ്റ. ഇതാണ് നമുക്ക് ഇവിടെ കിട്ടുന്ന ആർ തീറ്റ, അല്ലെങ്കിൽ നമ്മൾ പ്രോബ്ലം ചെയ്യാൻ വേണ്ട ആർ തീറ്റ എന്ന് പറയുന്ന നമ്മുടെ മെട്രിക്സ്. പക്ഷെ ഇവിടുത്തെ കേസിനകത്ത് ഒന്നും കൂടി ശ്രദ്ധിക്കാനായിട്ടുണ്ട്. സാധാരണ നമ്മൾ എപ്പോഴും പറയുമ്പോൾ ഈ തീറ്റ ആയിട്ട് എടുക്കുന്നതൊക്കെ എങ്ങനെയാണ്, പോസിറ്റീവ് ഡയറക്ഷൻ ആയിട്ടാണ് എടുക്കാറ്. അതായത് കൗണ്ടർ ക്ലോക്ക് വൈസ് ഡയറക്ഷനാണ് നമ്മളിവിടെ എടുക്കാറ്. പക്ഷേ ഈ കേസിനകത്ത് നമുക്ക് തന്നിരിക്കുന്നത് ക്ലോക്ക് വൈസ് ഡയറക്ഷനാണ്. അപ്പോൾ ക്ലോക്ക് വൈസ് ഡയറക്ഷൻ വരുമ്പോൾ വീണ്ടും മാറ്റങ്ങൾ വരും. അപ്പോൾ നമ്മൾ ക്ലോക്ക് വൈസ് ഡയറക്ഷനെ നമ്മൾ ആംഗിൾ നമ്മൾ നെഗറ്റീവ് ഡയറക്ഷൻ എന്നാണ് പൊതുവെ പറയുക. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ആവശ്യമുള്ള നമ്മുടെ മെട്രിക്സ് ഇങ്ങനെയായിട്ട് മാറുന്നു, ആർ മൈനസ് തീറ്റ. അതായത് എത്രയാണ് ആംഗിൾ കറങ്ങിയത് അതിൻ്റെ ജസ്റ്റ് ഓപ്പോസിറ്റാണ് കറങ്ങിയത് കാണിക്കാൻ വേണ്ടിയിട്ട് നെഗറ്റീവ് സൈൻ കൊടുക്കുന്നതാണ്. അപ്പോൾ തീറ്റ ഉള്ളിടത്തൊക്കെ മാറ്റി കൊടുക്കണം. 1 0 0 0 കോസ് തീറ്റയ്ക്ക് പകരം തുറക്കണം മൈനസ് തീറ്റ, സൈൻ തീറ്റയ്ക്ക് പകരം തുറക്കണം മൈനസ് തീറ്റ, 0 സൈൻ മൈനസ് തീറ്റ കോസ് മൈനസ് തീറ്റ. ഇവിടെ നമുക്ക് തന്നിട്ടുള്ള തീറ്റ എന്ന് പറഞ്ഞ ആംഗിൾ എത്രയാണ്, 30 ആണ്. കാരണം 30 ഡിഗ്രി റൊട്ടേറ്റ് ചെയ്യുന്നതെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പം നമ്മുടെ ഈ ആർ തീറ്റയ്ക്ക് എന്ത് മാറ്റമാണ് വരുന്നത്, 1 0 0 0 കോസ് മൈനസ് 30 സൈൻ മൈനസ് 30 0 മൈനസ് സൈൻ മൈനസ് 30 കോസ് മൈനസ് 30. ഇതിൻ്റെ വാല്യൂ നമുക്ക് കാൽക്കുലേറ്റർ ഉപയോഗിച്ച് കണ്ടുപിടിക്കാം. അപ്പോൾ ഇതിൻ്റെ വാല്യൂ എന്നൊക്കെ പറയുന്നത് എന്താണ്, 1 0 0 0 കോസ് മൈനസ് 30 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കോസ് 30 ദാറ്റ് ഈസ് ഈക്വൽ ടു √3/2. അടുത്തതിൻ്റെ വാല്യൂ വരുന്നത് -1/2 0 1/2 √3/2. ഇതാണ് നമുക്കിവിടെ കറസ്പോണ്ടിങ് ആയിട്ട് കിട്ടിയിട്ടുള്ള മെട്രിക്സ് ആർ മൈനസ് തീറ്റ. ഇനി നമ്മൾ എന്താണ് സാധാരണഗതിയിൽ റിഫ്ലക്ഷൻ ഓപ്പറേറ്റർ ചെയ്ത പോലെ തന്നെ ഈ സൊല്യൂഷൻ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യണം, ഹെൻസ് ദ ഇമേജ് ഓഫ് 2 - 1 2 ഇതാണ് നമ്മൾ ചോദിച്ചത്. ആഫ്റ്റർ റൊട്ടേഷൻ
ഈസ് മെട്രിക്സ് എഴുതുന്നു ആദ്യം 1 0 0 0 √3/2 -1/2 0 1/2 √3/2 ഇൻറ്റു കോളം വെക്ടറായിട്ട് ഇതിന് എഴുതുന്നു 2 -1 2 വിച്ച് ഈസ് ഈക്വൽ ടു ഗുണിച്ച് നമുക്ക് മാട്രിക്സ് മൾട്ടിപ്ലിക്കേഷൻ ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും 2. ഇവിടെ നമുക്ക് എന്ത് കിട്ടും 0 × 2 കഴിഞ്ഞ് കഴിഞ്ഞാൽ -√3/2 × 1/2 × 2 ദാറ്റ് ഈസ് 1. അടുത്തത് ഇതുപോലെ നമുക്ക് ചെയ്യുമ്പോൾ എന്ത് കിട്ടും -1/2 0 × 2 0 -1/2 × 1 അപ്പോൾ 1/2 പ്ലസ് √3/2 × 2 ദാറ്റ് ഈസ് √3. ഇതാണ് നമുക്ക് കിട്ടുന്ന സൊല്യൂഷൻ. ഇനിയിപ്പോൾ നമുക്കത് ക്ലോക്ക് വൈസ് ആയിരുന്നെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുക, ആൻറ്റി കൗണ്ടർ ക്ലോക്ക് വൈസ് ആയിരുന്നെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുമായിരുന്നു, r θ എന്ന് പറഞ്ഞ ആൾക്കാരായിരുന്നു. അപ്പോൾ തീറ്റയുടെ വാല്യൂ പോസിറ്റീവ് ആയിട്ട് ഇടും. ക്ലോക്ക് വൈസ് വരുമ്പോൾ തീറ്റയുടെ വാല്യൂ എന്ത് ചെയ്യും, മൈനസ് ആയിട്ട് ഇടും. എന്നിട്ട് അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള നമ്മൾ സ്റ്റാൻഡേർഡ് മാട്രിക്സ് കണ്ടുപിടിച്ച് അതിനോടുകൂടി നമുക്ക് തന്നിട്ടുള്ള വെക്ടർ കോളം വെക്ടർ ആയിട്ട് എഴുതി മൾട്ടിപ്പിൾ ചെയ്ത് കഴിഞ്ഞാൽ കിട്ടുന്നതായിരിക്കും അതിൻ്റെ സൊല്യൂഷൻ. അപ്പോൾ അടുത്ത പ്രോബ്ലത്തിലേക്ക് പോകുന്നു. അപ്പോൾ നമുക്കിവിടെ ചോദ്യം ഡിസ്ക്രൈബ് ദ മാട്രിക്സ് ഓപ്പറേറ്റർ whose standard matrix is given and show its effect on the unit square. ക്വസ്റ്റ്യൻ കണ്ടതിന് അവസാനം യൂണിറ്റ് സ്ക്വയർ എന്ന് കണ്ടപ്പോൾ തന്നെ നമുക്ക് മനസ്സിലായി ഇത് ഷെയർ ആണ് കാണാൻ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഷെയറിനകത്ത് നമുക്ക് അടുത്ത് വരുന്ന രണ്ട് വിഷയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എക്സ് ഡയറക്ഷനിലാണോ വൈ ഡയറക്ഷനിലാണോ എന്നുള്ളതാണ്. അത് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ക്വസ്റ്റ്യൻ്റെ കൂടെ ഒരു മെട്രിക്സും കൂടി തന്നിട്ടുണ്ട്. അതാണ് A1 = 1 2 0 1 എന്ന് പറഞ്ഞ മെട്രിക്സ്. അപ്പോൾ ഈ മെട്രിക്സ് ഉപയോഗിച്ചിട്ടാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്, ഇതിൻ്റെ സൊല്യൂഷൻ കണ്ടുപിടിക്കാൻ, ഇത് ഏത് ഡയറക്ഷനിലാണെന്നുള്ള കാര്യം നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. അതിന് വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു, നമുക്ക് ഈ ഓപ്പറേറ്റർ ഓപ്പറേറ്റ് ചെയ്യേണ്ട, ഇവിടെ ടി എന്ന് പറഞ്ഞ ഓപ്പറേറ്ററിനെ ഓപ്പറേറ്റ് ചെയ്യേണ്ട പോയിന്റിനെ ഞാൻ എക്സ് വൈ ആയിട്ട് എടുക്കുന്നു. ലെറ്റ് എക്സ് ഈക്വൽ ടു എക്സ് വൈ ബി എനി വെക്റ്റർ ഇൻ R2, then ta1 of x equal to 1 0 2 1 into xy. അപ്പോൾ അതിനെ മൾട്ടിപ്പിൾ ചെയ്ത് നോക്കുക. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും, 1 into x that is x plus 2 into y x plus 2y. ഇവിടെ എന്ത് കിട്ടും, 0 into x 0 plus 1 into y y. അപ്പോൾ നമുക്ക് മനസ്സിലായ കാര്യം എന്താണ്, ഈ ടി ഓഫ് എക്സ് വൈ എന്ന് പറഞ്ഞ ആളുടെ ഇമേജ് നമുക്ക് കിട്ടുന്നത് എന്താണ്, എക്സ് പ്ലസ് 2y, y എന്ന് പറഞ്ഞിട്ടാണ് കിട്ടുന്നത്. അതായത് ഈ ഓപ്പറേഷൻ നമുക്ക് എഴുതാൻ, അത് ഇവിടെ നമ്മളെ സംബന്ധിച്ചിടത്തോളം കെ എന്ന് പറഞ്ഞ ആൾ എന്താണ് 2 ആണ്. അതുപോലെ എക്സ് ഡയറക്ഷനിലാണ്, കാരണം എക്സ് ഡയറക്ഷനിലാകുമ്പോഴാണ് നമുക്ക് ഇങ്ങനെ കിട്ടുക. സപ്പോസ് ഇത് വൈ ഡയറക്ഷനിലായിരുന്നു നമുക്ക് എന്തായിരുന്നു എക്സ് വൈ പ്ലസ് സംതിങ് വൈ എന്നാണ് നമുക്ക് കിട്ടുമായിരുന്നത്. അപ്പോൾ ഇത് നമുക്ക് എക്സ് ഡയറക്ഷൻ ആണെന്നുള്ള കാര്യം നമുക്ക് മനസ്സിലായി. അങ്ങനെ എക്സ് ഡയറക്ഷൻ ആണെന്ന് മനസ്സിലായി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കാവുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ്, നമ്മുടെ യൂണിറ്റ് വെക്ടറുകൾക്ക് എന്ത് സംഭവിക്കും എന്നുള്ളതാണ്. അപ്പോൾ ഇതാണ് നമ്മുടെ യൂണിറ്റ് വെക്ടർ എന്നുണ്ടെങ്കിൽ ഇതിലത്തെ പോയിന്റ്സ് ഏതൊക്കെയാണ് നമുക്കറിയാം. ഇത് 0 0, ഇത് 1 0, ഇത് 1 1, ഇത് 0 1. അപ്പോൾ 2 ആണ് എന്ത് ചെയ്യുന്നത്, വ്യത്യാസം സംഭവിക്കേണ്ടത്. അപ്പോൾ നമ്മുടെ പോയിന്റ്സുകൾ ഏതൊക്കെയാണ്, ടി ഓഫ് 0 1. അതിന് വരുന്ന മാറ്റം എന്താണ്, എക്സ് പ്ലസ് 2y ആണ്. അപ്പോൾ എക്സ് എന്ന് പറഞ്ഞാൽ 0 പ്ലസ് 2 ഇൻറ്റു വൈ എന്ന് പറയുന്ന ആൾ 1 വൈ. അതായത് നമുക്ക് കിട്ടുന്നത് എന്താണ്, 2 1 എന്ന് പറഞ്ഞൊരു പോയിന്റാണ് നമുക്ക് കിട്ടുന്നത്. രണ്ടാമത് ടി ഓഫ് 1 1 ആണ് നമുക്ക് ആവശ്യമുള്ളത്. സോ 1 1 എന്ത് സംഭവിക്കുന്നു, എക്സ് അതായത് 1 പ്ലസ് 2 ഇൻറ്റു 1 1 ദാറ്റ് ഈസ് 3 1. അപ്പോൾ ഇതിന് കറസ്പോണ്ടിങ് ആയിട്ട് നമ്മൾ വരയ്ക്കേണ്ടത് ഈ രണ്ട് പോയിന്റുകൾ മാറ്റിയിട്ട് ഇങ്ങനെ എടുക്കേണ്ടത്, മാറ്റി ഈ പോയിന്റുകൾ കൊടുത്തു നോക്കണം. അപ്പോൾ എന്ത് സംഭവിക്കും, ഇത് 0 0
ഇതാണ് 1 0. ഇനി 0 1 പകരം നമുക്ക് എന്താണ് വരുന്നത്? 2 1 ആണ് നമുക്ക് വരുന്നത്. അപ്പോൾ 2 1 എന്ന് പറയുമ്പോൾ ആ പോയിന്റ് ഏതാണ്? ഇവിടെയാണ് വരുന്നത് 2 1. അങ്ങനെ അവിടെ 2 1 വന്നു കഴിഞ്ഞാൽ അടുത്ത് വരുന്നത് നമുക്ക് 3 1 ആണ്. അപ്പോൾ ഞാൻ കുറച്ചും കൂടി നീക്കുന്നു. ദാറ്റ് ഈസ് 3 0. അപ്പോൾ ഇവിടെ എന്താണ് കറസ്പോണ്ടിങ് 3 1 കിട്ടുന്നു. അപ്പോൾ നമ്മുടെ യൂണിറ്റ് സ്ക്വയറിന് വന്ന ചേഞ്ച് എന്താണ്? ഈ കാണുന്നതാണ്. നമുക്ക് ആദ്യത്തെ വരുന്നത് 0 ഒറിജിൻ എന്നാണ് വരുന്നത്. ഞാൻ എടുത്തിരിക്കുന്ന മെഷർമെന്റ് അപ്രോക്സിമേറ്റ് ആയതുകൊണ്ട് അതിൻ്റെതായ പ്രശ്നങ്ങൾ ഉണ്ടാവും. എന്നിരുന്നാലും ഷേപ്പ് എന്തായിരിക്കും? ഇങ്ങനെ തന്നെയായിരിക്കും നമുക്ക് കിട്ടുക. അപ്പോൾ ഇതാണ് ഇതിന് കറസ്പോണ്ടിങ് ആയിട്ട് വരുന്ന യൂണിറ്റ് സ്ക്വയറിന് വരുന്ന എഫക്റ്റ്. അപ്പോൾ ഈ രീതിയിലാണ് നമ്മൾ ആദ്യം, നമുക്ക് മെട്രിക്സ് മാത്രമേ തന്നിട്ടുണ്ടാവുള്ളൂ. അതിനോട് കൂടിയിട്ട് നമ്മൾ എന്ത് ചെയ്യണം? തന്നിട്ടുള്ള വെക്ടർ കോളം വെക്ടറായിട്ട് എഴുതി മൾട്ടിപ്പിൾ ചെയ്ത് നോക്കുക. ആ വെക്ടറിനനുസരിച്ച് അവിടെ ഡയറക്ഷൻ എക്സ് ആണോ അല്ലെങ്കിൽ എക്സിന് ഡയറക്ഷൻ ആണോ വൈ ഡയറക്ഷൻ ആണെന്നുള്ള കാര്യം മനസ്സിലാക്കുക. അതിനുശേഷം അത് ഓപ്പറേറ്റ് ചെയ്തിട്ട് അതിൻ്റെ ഫിഗർ നമുക്ക് വരയ്ക്കാവുന്നതാണ്. അടുത്ത പ്രോബ്ലത്തിലേക്ക് കിടക്കാം. Find the orthogonal projection of the vector x equal to ordered pair 1 5 onto the line through the origin that makes an angle of pi/6 with positive x-axis. അപ്പോൾ ഒറിജിനോടെ പാസ് ചെയ്യുന്ന ഒരു ലൈൻ ഉണ്ട്. അവിടേക്ക് നമുക്ക് x equal to 1 5 ordered pair 1 5 എന്ന് പറഞ്ഞ പോയിന്റിന്റെ ഓർത്തോഗണൽ പ്രൊജക്ഷൻ ആണ് നമുക്ക് കാണേണ്ടത്. അത് പറയുമ്പോൾ തന്നെ നമുക്ക് അതിന്റെ കറസ്പോണ്ടിങ് ആയിട്ടുള്ള മെട്രിക്സ് നമുക്ക് ഓർമ്മ വരണം. പി തീറ്റ ഇസ് ഈക്വൽ ടു cos square theta 1/2 sin 2 theta 1/2 sin 2 theta sin square theta. അല്ലെങ്കിൽ അതിന് ഈക്വലൻ്റ് ആയിട്ടുള്ള മറ്റൊരു മെട്രിക്സ് cos square theta. ഇതിന് പകരം എന്തായിരിക്കും? ഹാഫ് sin 2t പകരം sin theta cos theta sin theta cos theta sin square theta. ഇവിടെ നമുക്ക് തന്നിട്ടുള്ള തീറ്റ എന്ന് പറഞ്ഞാൽ എത്രയാണ്? pi/6 ആണ്. അപ്പോൾ അതിലേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ എന്ത് മാറ്റങ്ങൾ വരും? cos square pi/6 sin pi/6 cos pi/6 sin pi/6 cos pi/6 sin square pi/6. അതായത് നമുക്ക് കിട്ടുന്ന വാല്യൂ, അതിന്റെ വാല്യൂ നമ്മൾ കമ്പ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ 3/4 √3/4 √3/4 1/4. ഇതാണ് നമുക്ക് കിട്ടുന്ന വാല്യൂ. അതായത് pi/6 എന്ന് പറഞ്ഞാൽ നമുക്ക് കിട്ടുന്നത്. നെക്സ്റ്റ് പ്രോബ്ലത്തിലേക്ക് പോകുന്നു. Find the reflection of the vector x equal to 1 5 about the line through the origin that make an angle of pi/6 with the x-axis. So reflection ആണ് about of a vector about the line through the origin. അപ്പോൾ അതിന് കറസ്പോണ്ടിങ് ആയിട്ട് നമ്മൾ എന്ത് ഓർത്ത് വെച്ചിട്ടുണ്ട്? ഒരു മെട്രിക്സ്, സ്റ്റാൻഡേർഡ് മെട്രിക്സ് നമുക്ക് ഓർമ്മയുണ്ടായിരുന്നു. h θ is equal to cos 2 θ sin 2 theta minus sin 2 theta sin 2 theta minus cos 2 theta. ഇതായിരുന്നു അതിന് കറസ്പോണ്ടിങ് ആയിട്ട് നമ്മൾ പറഞ്ഞു വെച്ചിട്ടുണ്ടായിരുന്ന, അതിൻ്റെ തിയറി പാർട്ട് പറഞ്ഞ സമയത്ത് ഓർത്ത് വെച്ചിട്ടുണ്ടായിരുന്ന മെട്രിക്സ്. അപ്പോൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇവിടെ എന്താണ്? h pi/6. h pi/6 is equal to, ഇതിലേക്ക് വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും? 1/2 √3/2 √3/2 മൈനസ് 1/2 എന്ന് പറഞ്ഞാൽ നമുക്ക് കിട്ടും. ഇനി നമ്മുടെ അടുത്ത് ചോദിച്ചിരിക്കുന്നത് സൊല്യൂഷൻ ആണ്, ഐ മീൻ റിഫ്ലക്ഷൻ ആണ് ചോദിച്ചിരിക്കുന്നത്. ഹെൻസ് ദ റിഫ്ലക്ഷൻ ഓഫ്
15 is, നമ്മൾ സാധാരണ എങ്ങനെയാണ് ചെയ്യാറ്, 1/2 √3/2 √3/2 മൈനസ് 1/2. അതായത് നമ്മൾ ആദ്യം നമുക്ക് തന്നിട്ടുള്ള സ്റ്റാൻഡേർഡ് ബേസ് എഴുതും, പിന്നെ വെക്ടറിനെ നമ്മൾ എന്താക്കിയിട്ട് എഴുതും, കോളം വെക്ടറായിട്ട് എഴുതിയിട്ട് മൾട്ടിപ്പിൾ ചെയ്ത് എഴുതും. ദാറ്റ് ഈസ് ഈക്വൽ ടു, നമുക്കിവിടെ എന്തൊക്കെയാണ് കിട്ടുന്നത്, 1/2 പ്ലസ് √3/2 ഇൻറ്റു 5. ഇവിടെ എന്ത് കിട്ടുന്നു, √3/2 പ്ലസ് മൈനസ് 1/2 ഇൻറ്റു 5, which is approximately equal to 4.83 മൈനസ് 1.63. അപ്പോൾ ഇതാണ് നമുക്ക് കിട്ടുന്ന സൊല്യൂഷൻ. അത് പറഞ്ഞപ്പോഴാണ് വേറെ കാര്യം ഓർത്തത്, ഞാൻ നേരത്തെ ചെയ്ത പ്രോബ്ലത്തിനകത്ത് അല്ലെങ്കിൽ ഓർത്തോഗണൽ പ്രൊജക്ഷൻ്റെ കേസിനകത്ത് സ്റ്റാൻഡേർഡ് മാട്രിക്സ് മാത്രം വെച്ച് അവിടെ അവസാനിപ്പിക്കുകയാണ് ചെയ്തത്. ഇത് ചെയ്യാൻ വിട്ടുപോയി. അപ്പോൾ അതിൻ്റെയും കൂടി നമുക്ക് ഇതേപോലെ ഈ സമയത്ത് ഇത് ഫിനിഷ് ചെയ്തേക്കാം. ഹെൻസ് ദ പ്രൊജക്ഷൻ of 1/5 is 3/4 √3/4 √3/4 1/4 ഇൻറ്റു കോളം ഫോമിലെ 1/5 എഴുതുന്നു. അത് മൾട്ടിപ്പിൾ ചെയ്ത് നമുക്ക് കിട്ടുന്നത് 3/4 പ്ലസ് 3/4 ഇൻറ്റു 5 3/4 plus 1/4 into 5, which is approximately equal to 2.91 1.68. ഇതാണ് അതിൻ്റെ സൊല്യൂഷൻ. അപ്പം ഇങ്ങനെയുള്ള എല്ലാ പ്രോബ്ലത്തിനും അല്ലെങ്കിൽ ഓപ്പറേറ്റേഴ്സ് വെച്ച് ചെയ്യുന്ന എല്ലാറ്റിനകത്തും നമ്മൾ എന്താ ചെയ്യുന്നത്, സ്റ്റാൻഡേർഡ് മെട്രിക്സ് ഫസ്റ്റ് കണ്ടുപിടിച്ച് അതിൻ്റെ വാല്യൂ കറക്റ്റായിട്ട് കണ്ടുപിടിച്ച് വെക്കുന്നു. അതിനോടുകൂടി തന്നിട്ടുള്ള വെക്ടർ കോളം വെക്ടറായിട്ട് എഴുതി മൾട്ടിപ്പിൾ ചെയ്ത് സൊല്യൂഷൻ കിട്ടുന്നു. അതാണ് നമ്മൾ മൊത്തത്തിൽ ചെയ്യുന്ന ഒരു രീതി. അതോടുകൂടി നമുക്ക് ഈ സെഷൻ തൽക്കാലം വൈൻഡപ്പ് ചെയ്യാം.